വണ്ടി കോട്ടാൻ തരുമോ? ഇല്ല തരില്ല. പ്ലീസ് പറയാറുണ്ട്. തരില്ല തരില്ല. എനിക്ക് അത്ര വിശ്വാസമില്ല. വിശ്വാസമില്ല. അങ്ങനെയാണ് ഇന്നത്തോടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ്. ആയിക്കോട്ടെ, എന്നാലും തരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടു തന്നെ നമുക്ക് തുടങ്ങാം. സീരിയൽ നടിയായിട്ടുള്ള അമൃത എസ് ഗണേഷ് ചെയ്ത ഒരു റീലാണ്. അത് കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വണ്ടി കോട്ടാൻ തരുമോ? ഇല്ല തരില്ല. പ്ലീസ് പറയാറുണ്ട്. തരില്ല തരില്ല. എനിക്ക് അത്ര വിശ്വാസമില്ല. വിശ്വാസമില്ല. അങ്ങനെയാണ് ഇന്നത്തോടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ്. ആയിക്കോട്ടെ, എന്നാലും തരുന്നില്ല. സംഭവം എന്താണെന്ന് കഴിഞ്ഞു. അതായത് രണ്ടും കൈയും കാലും ഇല്ലാത്ത ഒരാളാണ് അമൃതയോട് സ്കൂട്ടർ ഓടിക്കാൻ തരുമോ എന്ന് ചോദിച്ചത്. അതാണ് കണ്ടന്റ്. അയാളുടെ ആ ഡിസബിലിറ്റിയെ കളിയാക്കിക്കൊണ്ട് ചെയ്തൊരു കണ്ടന്റ് ആണത്. അമൃതയുടെ അക്കൗണ്ടിൽ ഈ റീൽ ഇപ്പൊ കാണാനില്ല. ഞാൻ കുറെ തപ്പി നോക്കി. ചിലപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോ മുക്കിയതാവാം. അമൃത എന്ന് പറയുമ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയ ഒരു ആക്ട്രസ് ആണ്. കുടുംബവിളക്ക്, കുങ്കുമച്ചെപ്പ്, അമ്മക്കിളിക്കൂട് ഇങ്ങനെ ഒരുപാട് സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നല്ലോണം ആക്റ്റീവ് ആണ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇതുപോലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും അല്ലെ. ഇതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളും ഈ റീല് കാണും. അവർ ഈ റീല് കാണുമ്പോഴുള്ള മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ മലയാള സിനിമയിൽ തമാശ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ പല കോമാളിത്തരങ്ങളും ചെയ്യുമായിരുന്നു. ബോഡി ഷെയ്മിംഗ് കോമഡികളുടെ കലവറയായിരുന്നു മലയാള സിനിമ എന്ന് തന്നെ പറയാം. കാലിന് വയ്യാത്ത ആളെ പോലെ നടക്കുക, കണ്ണ് കാണാത്ത ആളെ പോലെ അഭിനയിക്കുക. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു കാലത്ത് നിരന്തരമായ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളുകളിൽ നിന്നും സമാന പ്രായമുള്ള കുട്ടികളിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വന്ന ബുള്ളിയിങ്ങും വേറെയുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം പുരോഗമിച്ചതിനോടൊപ്പം തന്നെ ഇത്തരം അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിരുന്നു. പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ ഇല്ലാതായിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് കുറെയൊക്കെ ബോധം വന്നിട്ടുണ്ടായിരുന്നു. അതിനിടക്കാണ് അമൃതയുടെ ഏറിയിൽ വലിയ വൈറലാവുന്നത്. ചില ആളുകൾ ഇത് കാണുമ്പോൾ ഇത് വെറും കണ്ടന്റ് അല്ലേ, ഇത്ര സംഭവമാക്കാനുണ്ടോ, തമാശ ആയിട്ട് എടുത്താൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ വീഡിയോ കണ്ട് വിഷമം വന്ന ഒരൊറ്റ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെങ്കിലും നമുക്കിടയിലുണ്ടോ? എങ്കിൽ ഈ റീൽ തമാശയല്ല. തമാശ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും കഴിയില്ല. ഈ റീൽ കണ്ട് സ്വന്തം അവസ്ഥയെ ഓർത്ത് ഉള്ളിൽ പിടിഞ്ഞ ഒരുപാട് പേരുണ്ട്. അതിലൊരാൾ യൂട്യൂബറായ അഭിയാണ്. ഈ അഭിശ്രീ വ്ലോഗ് എന്ന് പറയുന്ന കപ്പിൾ ചാനലൊക്കെ ഉള്ള അഭിയെ പലർക്കും അറിയുമായിരിക്കും. ജന്മന കാലിന് സ്വാധീനക്കുറവുള്ള ഒരാളാണ് അഭി. പക്ഷെ അതെല്ലാം ഒരു കുറവായി കണ്ട് ഒതുങ്ങിയിരിക്കുന്ന ആളല്ല പുള്ളിക്കാരൻ. ആശാൻ ഡാൻസ് കളിക്കും, അഭിനയിക്കും, ക്രിക്കറ്റ് കളിക്കും, അങ്ങനെ ഫുൾ ആക്റ്റീവ് ആണ്. അപ്പൊ അഭിയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ട്. ആ ടീമിൽ അഭിയുടെ കൂടെ കളിക്കുന്ന സുഹൃത്താണ് അരുൺ. അരുണിന് ഒരു ആക്സിഡന്റിൽ കൈ നഷ്ടപ്പെട്ടതാണ്. 18 വയസ്സ് വരെ എങ്ങാണ്ട് ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ ആക്സിഡന്റ് അവന്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു. അത്രയും കാലം 2 കൈയും കാലും വെച്ച് ജീവിച്ച ഒരാളല്ലേ. പെട്ടെന്നൊരു കൈ നഷ്ടപ്പെട്ടപ്പോ അതുമായി പൊരുത്തപ്പെടാൻ ഒരുപാട് സമയം എടുത്തു, കുറെ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ക്രിക്കറ്റ് ടീമിൽ വരെ അവനെത്തി. അപ്പൊ അമൃതയുടെ റീല് കണ്ട് അവന് ഒരുപാട് വിഷമമായി. കൈയില്ലാത്ത ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള റീലാണല്ലോ. സോ അരുണിന് അത് നന്നായി റിലേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെ അരുൺ എന്താക്കി, അഭിയുമായി തന്റെ വിഷമം പങ്കുവെച്ചു. അഭിക്ക് അത്യാവശ്യം റീച്ചുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. സോ അമൃതയുടെ റീലിനെതിരെ അഭി ഒരു വീഡിയോ ചെയ്യണം എന്നതായിരുന്നു അരുണിന്റെ ആവശ്യം. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അരുൺ അഭിക്ക് അയച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ബ്രോ, ഞാനിതുണ്ടല്ലോ ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. ഇത് സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് മെന്റലി ഒരുപാട് വിഷമം തോന്നി. സംഭവം ബ്രോയ്ക്ക് അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. ആക്സിഡന്റ് പറ്റി, റൈറ്റ് ഹാൻഡിന്റെ സീന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കമന്റ്സ് ഒക്കെ നോക്കി കുറച്ച്. അപ്പോൾ ഇത് കണ്ടന്റ് മാത്രമാണ്, ആ രീതിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്കിത് പെട്ടെന്നൊരു ആ രീതിയിൽ എടുക്കാനുള്ളൊരു തോന്നൽ എനിക്ക് പേഴ്സണലി നല്ല വിഷമമായി. സംഭവം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അത് ബ്രോയ്ക്ക് അത് എത്രമാത്രം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. അതാണ്, എല്ലാവർക്കും ഇത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് സംശയമാണ്. അനുഭവിക്കണം, അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മനസ്സിലാക്കും. അതും ഒരുപാട് കാലം കൈയും കാലും വെച്ച് ജീവിച്ചതിന് ശേഷം പിന്നീട് ഒരു കൈ നഷ്ടപ്പെടുന്ന ഒരാളുടെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ചെയ്യാതെ വരും. കുറച്ചു കാലം നഷ്ടപ്പെട്ട അവയവം അവിടെ തന്നെ ഉള്ള പോലെ ഫീൽ ചെയ്യും. കൈ നഷ്ടപ്പെട്ട സമയത്ത് അരുൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് അമൃതയുടെ റീൽ കാണുമ്പോൾ സഹിക്കാൻ കഴിയില്ല, സ്വാഭാവികം. അമൃത ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള റീൽ ചെയ്യുന്നത്. ഒരു വീഡിയോ കണ്ടു നോക്കാം. അല്ല, എവിടെ പോണു? ഇങ്ങനെല്ലാം നടന്നാ മതിയാ? പിടിച്ചേ ഇങ്ങനെ നടന്നാ മതിയാ? അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാ മതിയാ? അല്ലെങ്കിൽ ഇപ്പൊ കച്ചറ നടക്കുന്നത് കാണണ്ടല്ലോ.
ഓക്കെ, സംഭവം നമ്മുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന നാട്ടുകാരെ കളിയാക്കിക്കൊണ്ട് ചെയ്ത ഒരു റീലാണിത്. കല്യാണം ഒന്നും ആയില്ലേ, കുട്ടികളൊന്നും ആയില്ലേ, ജോലി ഒന്നും ആയില്ലേ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്നൊക്കെ ഇടയ്ക്കിടെ നമ്മളോടൊന്ന് ചോദിക്കുന്ന ആളുകളില്ലേ, അവരെ ട്രോളി കൊണ്ട് ചെയ്തൊരു വീഡിയോ. സംഭവം ഈ റീലിന്റെ അഭിനയവും പ്രസന്റേഷനും ഒക്കെ നല്ല ചളയായിട്ടുണ്ടെങ്കിലും കണ്ടന്റ് നല്ലതാണ്. പക്ഷെ അതിനിടയിൽ കാലിന് സ്വാധീനക്കുറവുള്ള ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള നടത്തത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാലിന് വയ്യാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഉള്ള വിഷമം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അവയുടെ വീഡിയോക്ക് താഴെ വന്നൊരു കമന്റ് ഞാൻ വായിച്ചുതരാം. എന്റെ ചേട്ടന്റെ മോന് ചെറിയൊരു വളവുണ്ട്. 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും ആൾക്കാർ കളിയാക്കും. ആൾക്കാർ പറയുന്നത് രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾക്ക് അവന് വളർന്നു വരുമ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടുമല്ലോ എന്ന്. ഈ പറയുന്നവർക്ക് അറിയില്ലല്ലോ നമ്മുടെ വിഷമം. അതും ബന്ധുക്കൾ പറയുമ്പോൾ അങ്ങനെ കുറെ എണ്ണം ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പോലും ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്തായാലും കാലിന് വളവുള്ള ഒരു കുഞ്ഞിന്റെ മാതാപിതാക്കളോട് പറയുന്ന വർത്തമാനമാണ്, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, കുഞ്ഞു വളർന്നു വലുതാവുമ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടുമല്ലോ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് നാവ് എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞവന്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ യാതൊരു സഹതാപവും ആഗ്രഹിക്കുന്നില്ല. അവരെ കളിയാക്കാതിരുന്നാൽ മാത്രം മതി. അവരവരുടെ പാട്ടിന് ജീവിക്കാൻ വിട്ടാൽ മതി. അവരെങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയെടുത്തൊരു വിൽ പവർ ഉണ്ട്, അത് നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. വൈകല്യത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പക്ഷാപാതവും പരിഹാസവും നേരിടേണ്ടി വന്ന എത്രയോ പേരുണ്ട്. ആ ഒരു അവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അരുൺ അഭിക്കയച്ച വോയിസ് ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി കേട്ട് നമുക്ക് നിർത്താം. സംഭവം ബ്രോ ഇതുപോലത്തുള്ള വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ ബ്രോയ്ക്ക് ഇത് മനസ്സിലാവും എന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ, എൻ്റെ ഒരു അവസ്ഥ ഇത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ബ്രോയ്ക്ക് മനസ്സിലാവും എന്നുള്ളത് കരുതിയിട്ടാണ് ഞാൻ ബ്രോയ്ക്ക് അയച്ചത്. ഇതെന്തിൻ്റെ ഒരു ഫണ്ണായിട്ട് എടുക്കണം. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് ഫണ്ണായിട്ട് എടുക്കാം ബ്രോ. ഇതിപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് ഇതിപ്പോൾ എനിക്ക് അത്ര ഫണ്ണായിട്ടും കണ്ടന്റായിട്ടും അതിൻ്റെതായ രീതിയിലും എടുക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് കാണുമ്പോൾ പേഴ്സണലി നല്ല രീതിയിൽ വിഷമമാകുന്നുണ്ട്. ഓക്കെ, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു റീല് ചെയ്തത് എന്നാണ് അമൃത പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ, അരുണിനെ പോലെ എത്ര അധികം ആളുകൾ ആ റീല് കണ്ട് വിഷമിച്ചിട്ടുണ്ടാകും, സ്വന്തം കുറവുകളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകും. ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എന്തിന് മുഖത്തൊരു കുരു വന്നാൽ മതി, ഇവിടെ പലരും ടെൻഷൻ അടിച്ച് ചാവുന്നത് കാണാം. വളരെ ക്രൂരമായ ഒരു വീഡിയോ ആണ് അമൃത ചെയ്തതെന്ന് പറയാതെ വയ്യ. എന്ത് തരത്തിലുള്ള മെസ്സേജ് ആണ് അല്ലെങ്കിൽ തമാശയാണ് നിങ്ങൾ ആ റീല് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കേവലം റീച്ചിന് വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന രീതിയിലേക്ക് സ്വയം തരം താഴരുത്. ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത് നമ്മുടെ വളർച്ച. അങ്ങനെയുള്ള വളർച്ച കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരാളെ കണ്ടീഷൻ വെച്ച് ഒരാളെയും നമ്മൾ കളിയാക്കരുത്. പ്രിവിലേജിന് മുകളിലിരുന്ന് നമ്മൾ ചെയ്യുന്ന അത്തരം പ്രവൃത്തികൾ പിന്നീട് നമുക്ക് തന്നെ തിരിച്ചടികൾ നൽകാൻ സാധ്യതയുണ്ട്. കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എപ്പോഴും ഹമ്പിൾ ആയിരിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളെ കാരണം മറ്റൊരാളെ വിഷമിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അരുണിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. അമൃതയുടെ വീഡിയോ കണ്ട് എത്ര മനസ്സ് വിഷമിച്ചത് കൊണ്ടായിരിക്കുമല്ലേ അരുൺ അബിയോട് തന്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്തത്. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ കാരണം ആർക്കും ഉണ്ടാവരുത്. നമ്മൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ വിജയം. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.